20 ദിവസമായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത് വയനാട്ടിലെ ഗ്രൂപ്പാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവർ 20 ദിവസമായി ഈ മലയോര മേഖലയുണ്ട്, കരുവാരകുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, നിലമ്പൂരിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ. അവിടെ 42 വയസ്സുകാരനായ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കടുവ കടിച്ച് കൊന്നിട്ട് ഇന്നേക്ക് 20 ദിവസം പിന്നിട്ടു. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടുവയെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതൊരു പുലിയാണ്. അപ്പോൾ പുലിയും കടുവയും വന്യമൃഗങ്ങളും യഥേഷ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ സമാധാനത്തോടു കൂടി കഴിയുക? ഇത്രയും ദിവസമായിട്ട് മന്ത്രി ആ ഭാഗത്തേക്കൊന്ന് വന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല. ജനങ്ങൾ അങ്ങേയറ്റത്തെ ആശങ്കയിലാണ്. അത് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ആ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് വനം വന്യജീവി നിയമം ഭേദഗതി വരുത്താതെ ഒരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പൊ നാളെ പാർലമെന്റ് വിളിച്ചുകൂട്ടി അത് നിയമം ഭേദഗതി ചെയ്ത് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ഈ നേരിടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് വനം വകുപ്പ് ചെയ്യുന്നില്ല? വനം വകുപ്പ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിയമസഭയിൽ കടുവ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട് വെക്കാനോ ക്യാമറ വെക്കാനോ തയ്യാറായില്ല. വളരെ ലാഘവത്തിലുള്ളൂ. അതേ കടുവയാണ് 2 മാസം കഴിയുമ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരനെ കടിച്ചു വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് എടുക്കുന്നില്ല. വളരെ ലാഘവത്തിലാണ് ഗവൺമെന്റ് പോകുന്നത്. അതിന്റെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്.